നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിലെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ഇന്ത്യയുടെ വജ്രായുധമായിരുന്നു ബ്രഹ്മോസ് മിസൈലുകൾ. ഇത് വാങ്ങാൻ ലോകം ഇന്ത്യക്ക് മുന്നിൽ നിന്ന് ക്യൂ നിൽക്കുമ്പോൾ അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു ഐറ്റത്തെ സൃഷ്ടിക്കുന്ന പണിപ്പുരയിലാണ് നമ്മുടെ രാജ്യം. അതെ, അറ്റാക്കിങ്ങിൽ ബ്രഹ്മോസ് ആദ്യ പതിപ്പിനേക്കാൾ വമ്പനായ ബ്രഹ്മോസ് 2 തന്നെയാണ് അത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങിയാണ് ഇതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ശബ്ദത്തിന്റെ 8 മടങ്ങ് വരെ വേഗതയിൽ കുതിക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ തദ്ദേശീയമായി നിർമ്മിച്ച സ്ക്രാംജെറ്റ് എഞ്ചിന്റെ കരുത്തിൽ ആഗോള ശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കും. 2025 ഏപ്രിൽ 25 നടത്തിയ സ്ക്രാംജെറ്റ് എഞ്ചിൻ കമ്പസ്റ്ററിന്റെ 1000 സെക്കൻഡ് ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമാണെന്ന് DRDOയുടെ മുൻ മേധാവി തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മുന്നേറ്റം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും എത്തിക്കുന്നുണ്ട്. ബ്രഹ്മോസ് 2വിന്റെ കരുത്ത് മനസ്സിലാക്കാൻ അതിന്റെ എഞ്ചിൻ സാങ്കേതിക വിദ്യ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. സാധാരണ ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി റാം ജെറ്റുകൾക്ക് ചലിക്കുന്ന ഭാഗങ്ങൾ ഇല്ല. ഇന്ധനം കത്തിക്കുന്നതിന് മുൻപ് വായുവിന്റെ വേഗത ഉപയോഗിച്ച് അത് കംപ്രസ് ചെയ്യുന്നു. സൂപ്പർസോണിക് വേഗതയിൽ റാം ജെറ്റുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും എങ്കിലും മാക് 5 അപ്പുറം ഇവയ്ക്ക് കാര്യക്ഷമത കുറവാണ്. ഇവിടെയാണ് സ്ക്രാം ജെറ്റിന്റെ പ്രാധാന്യം വരുന്നത്. സൂപ്പർസോണിക് കമ്പസ്റ്റൺ റാം ജെറ്റ് എന്നതിന്റെ ചുരുക്കരൂപമാണ് സ്ക്രാം ജെറ്റ്. ഹൈപ്പർസോണിക് വേഗതയ്ക്ക് ഇവ അനിവാര്യമാണ്. റാം ജെറ്റിൽ നിന്ന് വ്യത്യസ്തമായി സ്ക്രാം ജെറ്റ് ജ്വലന സമയത്തും വായുവിനെ സൂപ്പർസോണിക് വേഗതയിൽ ചലിപ്പിക്കുന്നുണ്ട്. മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ വായു കടന്നു പോകുമ്പോൾ 1 സെക്കൻഡിനുള്ളിൽ ഇന്ധനം കത്തിക്കുക എന്നത് അവിശ്വസനീയമാം വിധം വെല്ലുവിളിയാണ്. സ്ക്രാം ജെറ്റുകൾ ഭാരം കുറഞ്ഞതും കൂടുതൽ കാര്യക്ഷമവുമാണ്. ഇത് ബ്രഹ്മോസ് 2 പോലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഏറ്റവും അനുയോജ്യമാക്കുന്നുമുണ്ട്. ബ്രഹ്മോസ് 2 വെറും വേഗതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇത് യുദ്ധ നിയമങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആയുധമാണ്. മാക് 7 മുതൽ 8 വേഗതയിൽ 1500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ഇതിന് കഴിയുന്നതാണ്. ശത്രുക്കൾക്ക് പ്രതികരിക്കാൻ പോലും സമയം ലഭിക്കാത്തത്ര വേഗതയിൽ ഇവ ലക്ഷ്യസ്ഥാനത്ത് എത്തും. നിലവിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇത്രയും വേഗതയുള്ള മിസൈലുകളെ തടയാൻ ബുദ്ധിമുട്ടാണ്. ഇത് ബ്രഹ്മോസ് 2വിനെ സംഘർഷങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറ്റുമെന്നും ഉറപ്പിച്ചു പറയാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിന്റെ പിൻഗാമിയാണ് ഇത്. ഹൈദരാബാദിൽ നടന്ന 1000 സെക്കൻഡ് ദൈർഘ്യമുള്ള സ്ക്രാംജെറ്റ് പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണത്തിലെ ഒരു വലിയ നാഴികക്കല്ല് കൂടിയാണ്. DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി നടത്തിയ ഈ പരീക്ഷണം 240 സെക്കൻഡ് പറന്ന അമേരിക്കയുടെ X-51A വേവർ റൈഡറിനെ മറികടന്നിരിക്കുകയാണ്. നൂതനമായ കൂളിംഗ് ടെക്നിക്കുകൾ, പ്രത്യേക സിറാമിക് കോട്ടിങ്ങുകൾ, തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ധനം എന്നിവ ഉപയോഗിച്ച ഹൈപ്പർസോണിക് ഫ്ലൈയിൽ ഉണ്ടാകുന്ന കടുത്ത ചൂടും സമ്മർദ്ദവും അതിജീവിക്കാൻ ഇന്ത്യയുടെ സ്ക്രാം ജെറ്റിന് കഴിയുമെന്ന് ഈ പരീക്ഷണം തെളിയിക്കുകയും ചെയ്തു. ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ മിസൈൽ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മോസ് 2 ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതാണ്ട് 4 വർഷത്തിനുള്ളിൽ മിസൈൽ പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റഷ്യയുടെ സിർക്കോൺ മിസൈലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണെങ്കിലും ബ്രഹ്മോസ് 2 പൂർണ്ണമായും ഇന്ത്യയുടെ സ്വന്തം സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വിദേശ ആശയം കുറയ്ക്കുകയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വാശ്രയത്വം പ്രതിരോധം മാത്രമല്ല ആഗോള സ്വാധീനത്തെയും ശക്തിപ്പെടുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 200-ലധികം ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകളുടെയും നാവികസേനയ്ക്കായി 222-ലധികം മിസൈലുകളുടെയും ഓർഡറുകൾ ലഭിച്ചത് ഈ പരിപാടിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കൂടിയാണ് ബ്രഹ്മോസ് 2 എത്തുന്നത്.